What's up guys, it's me Nidish and welcome back to my channel. I'm so happy to see all your smiling faces, and today I'm going to talk about the 5 important things you want to know before you get into professional photography. So ഈ ഒരു 5 കാര്യങ്ങൾ ഫോട്ടോഗ്രാഫി പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അറിയേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു ഫീൽഡ് ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് പുതിയ ടാലൻസ് വരുന്ന ഒരു ഫീൽഡാണ്. സോ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഈ ഒരു നീഷിൽ നിൽക്കാനും അതേപോലെ തന്നെ അതിനകത്ത് ത്രൈവ് ചെയ്യാനും ഒരു സക്സസ് ആവാനും. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ വേണമെങ്കിൽ, അതും ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ, യു ഹാവ് ടു നോ ദീസ് 5 തിങ്സ്. വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് പലരും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് ഏകദേശം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. അതും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് 5 സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ തീരാത്ത കാര്യങ്ങളുണ്ട്. ഒരു ദിവസം മൊത്തം നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന അത്രത്തോളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവർ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡു എ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സ്. അതായത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവ് കിട്ടത്തില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണാം, അപ്പോൾ നമുക്കൊരു സംശയം തോന്നുവാണ്, നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറും. അതായത് നിങ്ങൾക്കൊരു മെൻറ്ററുണ്ട്, മെൻറ്റർ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും എടുത്തു തരും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനിയിപ്പം നിങ്ങൾക്കൊരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് നോക്കണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പോയി പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തരത്തില്ല. കാരണം നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരും ഫോട്ടോഗ്രാഫി പഠിക്കാനായിരിക്കും വന്നിരിക്കുക. അവരുടെ അടുത്ത് ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കൂട്ടത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ച് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കിട്ടുകയും അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടും എക്യുപ്മെൻറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണ്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ആൻഡ് യു ക്യാൻ നെറ്റ്വർക്ക്. സോ സെക്കൻഡ് വൺ ഈസ് ലേൺ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സോഫ്റ്റ്വെയർസ്. സോ അതായത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കണം. പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അടിയിൽ പോകും. 100% അടിയിൽ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അടിയിൽ പോകും. ഇന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും നമ്മൾ പ്രിൻറ്റ് ചെയ്യുമല്ല പണ്ടത്തെ പോലെ. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുവാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ, ആർക്ക് വേണമെങ്കിലും ഒരു ക്യാമറ എടുത്ത് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ സ്റ്റൈൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സോഫ്റ്റ്വെയർസ് പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രോസസ് യുവർ ഇമേജ് ടു ഷോ ഇൻ എ ഡിഫറെൻറ്റ് വേ. നിങ്ങൾക്കൊരു ഫോട്ടോ എന്തൊക്കെ കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് ഈ AI കൂടെ വന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് മൈൻഡ് ബ്ലോവിങ്. അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഫോട്ടോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 സോഫ്റ്റ്വെയർസ്, ഒന്ന് ലൈറ്റ് റൂം, ഒന്ന് ഫോട്ടോഷോപ്പുമാണ്. യു ഹാവ് ടു ലേൺ ദീസ് സോഫ്റ്റ്വെയർസ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ക്ലിക്കിംഗ് ഫോട്ടോസ് അല്ല, അതിൻ്റെ മറ്റൊരു തലമുണ്ട്, പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ തലമുണ്ട്. അത് ഇന്ന് മാത്രമല്ല പണ്ടും ഉണ്ട്. പണ്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിം റോൾസ് ആയിരുന്നെങ്കിൽ ആ സെയിം സംഭവം തന്നെ ഡിജിറ്റലി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും ആയിരക്കണക്കിന് ഓപ്ഷൻസ് നമുക്ക് കൂടുതലുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയർസ് അത് ഭയങ്കര പവർഫുള്ളായി തുടങ്ങി. യു ക്യാൻ ഡു അൺബിലീവബിൾ തിങ്സ് വിത്ത് ദാറ്റ്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് ഐഡിയ ഉണ്ടോ അത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത്. ഈവൻ ലൈറ്റ് റൂം ഓൾസോ ഒരു കളർ ഗ്രേഡിങ്ങിനോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഒരു ടൂൺ ചെയ്യാനോ ഇതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിനോട് പറയേണ്ട ആവശ്യമില്ല, മച്ചാനെ ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ഫോട്ടോഗ്രാഫി മോർ. അത് മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്യാതെ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എഡിറ്റ് ചെയ്യാതെ കൂടുതലും നിങ്ങൾ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബിഗ് സ്ക്രീനിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് കാണുക, നന്നായിട്ട് റിവ്യൂ ചെയ്യുക നിങ്ങൾ തന്നെ. അതൊരു ബിഗ് സ്ക്രീനിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ. ചെറിയൊരു ക്യാമറ സ്ക്രീനിൽ നമ്മൾ കാണുന്നതും വലിയൊരു മോണിറ്ററിൽ നമ്മൾ കാണുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു പിക്ചർ വലുതായി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ചെറുതായിട്ടുള്ള മൈന്യൂട്ട് പ്രോബ്ലംസ് പോലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനും സാധിക്കും. ഞാൻ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ടോപ്പിക്കല്ലേ, അതായത് സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിക്കണമെന്ന്.
ഇതും ഒന്നാമത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധമുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഓഫ്ലൈൻ കോഴ്സ് ഒരു കോളേജിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ ഈ സോഫ്റ്റ്വെയർസ് നിങ്ങളെ പഠിപ്പിക്കും. സോ ഈ സോഫ്റ്റ്വെയർസ് ഒന്നും പഠിക്കുക മാത്രമല്ല, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യണം. ഒരുപാട് തവണ ഒരുപാട് ഫോട്ടോസ് യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഓൺലൈനിൽ ഫോട്ടോസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഫോട്ടോസ് കിട്ടും. ഇതെല്ലാം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സംഭവം കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു എഡിറ്റർ ആകാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു എഡിറ്റർ ആകാൻ പറ്റത്തില്ല. ആൻഡ് നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫോട്ടോഗ്രാഫ്. ഓരോ ഫോട്ടോഗ്രാഫും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് ഓരോ ടൈപ്പ് ടൂൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടൂൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ടൂൾസൊക്കെ വെച്ച് നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടൂൾസിനെ കുറിച്ച് അറിയണം, അതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് അറിയണം, അത് നമുക്ക് എത്രത്തോളം ഒരു ഫോട്ടോ പുഷ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം. So not only learning the software, but you have to practice on the other hand. So third one is shoot as much as possible. അതായത് നിങ്ങൾ എത്രത്തോളം വേണമെങ്കിലും ഷൂട്ട് ചെയ്യുക. ഒരു ദിവസം മിനിമം ഒരു 500 പടം ഞാൻ എടുക്കുമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെ ഒരു 30 days ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. Then it will change your photography life forever. ഈ 500 ഇമേജസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 5 ഇമേജ് ഉണ്ടാവില്ലേ, 5 എണ്ണം. ദാറ്റ് ഈസ് ഇനഫ്. സോ ഇപ്പോൾ ഏതൊരു സ്കില്ലാണെങ്കിൽ കൂടിയും നമ്മളത് പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്കൊരിക്കലും നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ അതിനകത്ത് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ എന്നും അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്കിൽ ലെവൽ. ഗോ ആൻഡ് ഷൂട്ട് ഡിഫറെൻറ്റ് തിങ്സ്. ചില ദിവസം നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് മാക്രോസ് എടുക്കാം, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈഫ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു ഷാമ്പൂവിൻ്റെ ബോട്ടിൽ കിട്ടിയാൽ പോലും അത് യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോ ചെയ്യാനോ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. കാരണം ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അയാളോട് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യാൻ അറിയില്ല ചേട്ടാ, ഞാൻ പോർട്രേറ്റ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ, ആ ഒരു സ്റ്റൈല് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയേണ്ട ഒരവസ്ഥ വരത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇവൻറ്റ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന്. കൂട്ടുകാരുടെയൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വെറുതെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടീൻ്റെ എന്തെങ്കിലും 28 കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഫ്രീ ആയിട്ട്, നിങ്ങൾ പൈസ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ക്യാമറ എടുക്കുക, നിങ്ങൾക്ക് പറ്റുന്ന ഫോട്ടോസ് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് റിവ്യൂ നോക്കാം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ക്രിട്ടിക്ക് ചെയ്യാൻ പറയുക, എങ്ങനെയുണ്ട് ഫോട്ടോഗ്രാഫി, ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ളവർ നിങ്ങളുടെ പടത്തിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത് ആഡ് ചെയ്യാം. സോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സംഭവം ഒരു ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം, ദെൻ ഷോ മീ യുവർ ഫോട്ടോസ്. നമ്മുടെ വർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങൾ ഫസ്റ്റ് തന്നെ ആരും ഹയർ ചെയ്യാനൊന്നും പോകുന്നില്ല. സോ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ ഷൂട്ട്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പിക്ചേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആക്കാം. ആൻഡ് നാളെ ഒരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു ഫോട്ടോഗ്രാഫി ഗിഗിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുവാണ്, ആൻഡ് ഇഫ് ഹി ആസ്ക് യു അബൌട്ട് യുവർ വർക്ക്, യു ക്യാൻ ഷോ ദം, റൈറ്റ്? ഒരു ഫോട്ടോഗ്രാഫിൻ്റെ 70% ഓഫ് ദ റിസൾട്ടും അതിൻ്റെ ലൈറ്റിങ്ങിലാണുള്ളത്. നമ്മൾ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഫോട്ടോയിൻ്റെ മൂഡും അത് പറയുന്ന സ്റ്റോറീസും മാറും. ആൻഡ് വി ഓൾ നോ ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഓരോ സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾ പകൽ പോയി രാവിലെ ഏർലി മോർണിംഗ് പോയി എടുക്കുന്ന ഫോട്ടോ പോലെ ആയിരിക്കില്ല നിങ്ങൾ നട്ടുച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കൺട്രോൾ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഔട്ട്ഡോർ എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല. സോ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനും അതേപോലെ തന്നെ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. സോ ഓൾവൈസ് ട്രൈ ടു ഷൂട്ട് as much as possible and try different things, try different genres and understand where is your strength and where is your weakness. And once you understand it, it will be easy for you to balance it. So നമ്മൾ നാലാമത്തെ ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നാലാമത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂം ലോങ് ഫോം കണ്ടന്റ് എബൌട്ട് ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ ഫോട്ടോഗ്രാഫി കണ്ടന്റ്സ് ഒരുപാട് അടുത്തുനിന്ന് കാണുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതേപോലെ തന്നെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ടാവും, ബുക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതിൽ നിന്ന് ലേൺ ചെയ്യാനും വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഷോർട്ട് ഫോം കണ്ടൻസിൽ നിന്ന്, അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സ്,
അല്ലെങ്കിൽ 5 മിനിറ്റും 10 മിനിറ്റുള്ള വീഡിയോകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലോങ് ഫോം കണ്ടൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ ഒരു റീല് കാണുമെന്ന് വിചാരിച്ചോ, നിങ്ങൾ റീല് കണ്ടു, ഒരു ഫോട്ടോഗ്രാഫി റീല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് സ്വൈപ്പ് ചെയ്ത് വിടും. കണ്ടു കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഒരു 10 സെക്കൻഡ് എന്ത് ഇതെനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ലേൺ ചെയ്ത് നിങ്ങൾ 10 സെക്കൻഡ് വിചാരിക്കും. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്വൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മാറി നമ്മൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കണ്ടൻറ്റ് ആയിരിക്കും വരുന്നത്. സോ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും, ലോങ് ടേമിൽ ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾ ലോങ് ഫോം കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ പഠിക്കാൻ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സോഫ്റ്റ്വെയർ കണ്ടൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ഫോം ആണ് ആൻഡ് യു ആർ സ്പെൻഡിങ് മോർ ടൈം ഓൺ ദാറ്റ് ആൻഡ് യുവർ കോൺസെൻട്രേഷൻ ഈസ് മോർ ദാൻ അതർ കണ്ടൻറ്റ്സ്. ഷോർട്ട് ഫോം കണ്ടൻറ്റ്സിനെ കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനും ആൻഡ് ടേക്കിംഗ് നോട്ട്സ് അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് നോട്ട്സ്. ഇപ്പോഴും ഞാൻ കാര്യങ്ങളുടെ നോട്ട്സ് എഴുതി വെക്കാറുണ്ട്. എനിക്കൊരു സോഫ്റ്റ്വെയർ പുതിയതായിട്ട് പഠിക്കുകയാണ്, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സോഫ്റ്റ്വെയർ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് കീസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അല്ലെങ്കിൽ എനിക്കറിയില്ല ഈ ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ആ എഫക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എഴുതി വെക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ ലോങ് റണ്ണിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെക്കുമ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതുകയാണ്. സോ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാണുകയും നിങ്ങൾ അത്രത്തോളം ഇത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ബോഡി അത് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടും നിങ്ങളുടെ മൈൻഡ് അത് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടും ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ആൻഡ് ലോങ് ടേമിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബുക്ക് എടുത്ത് കറക്കിയാൽ മതി, നിങ്ങൾക്ക് പല കാര്യങ്ങളും പണ്ടും പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വരികയും ചെയ്യും. സോ ലോങ് ഫോം കണ്ടൻറ്റ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് അതേപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. സ്കിൽ ഷെയർ പോലുള്ള ഓൺലൈൻ സൈറ്റ്സ് നിങ്ങൾക്ക് നല്ല, അതായത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്നും എക്സ്പേർട്ടായിട്ടുള്ള, അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതൊന്നും ഈ റീലുകളിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആൻഡ് അവരുടെ ടെക്നിക്സും അവരുടെ എങ്ങനെയാണ് ലൈറ്റ് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നും ഒക്കെ അവരുടെ പ്രിൻസിപ്പിൾസും അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പേര് ഓൺലൈനിൽ നിന്ന് പഠിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഓൺലൈൻ വീഡിയോസ് കണ്ട് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആണ് ഓൺലൈൻ വീഡിയോസ്. ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫീനെ പഠിക്കുകയാണെങ്കിലും കൂടുതലും എൻ്റർടൈനിങ് വീഡിയോസാണ്. ഓവർ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് ട്രാൻസിഷൻസും അതേപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇപ്പം കാണാറ് കൂടുതലും, അതും ഷോർട്ട് ഫിലിം. അങ്ങനല്ല, നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് ബുക്സ് വിൽ ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. സോ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അത് ഡൈജസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യും. ഒരു ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയത്തില്ല. അവിടെ വിഷ്വൽ എന്ന് പറയുന്ന ഒരു മീഡിയം ഇല്ല. ഓരോരുത്തരുടെ ഇമാജിനേഷനും വേർഡ്സിലൂടെ വേണം നമ്മൾ കൺസ്യൂം ചെയ്യാൻ. സോ അവർ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവരുടെ എക്സ്പീരിയൻസസിനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ബേസിക്സ് പഠിക്കാനുള്ള ബുക്കുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ബുക്സ് ഉണ്ട്. സോ ബുക്സ് റീഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്കൊരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനും അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഇതിലൂടെ പറ്റും. സോ 5ാമത്തെ ടോപ്പിക്, അതായത് നമ്മുടെ ഫൈനൽ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ അബൌട്ട് യുവർ എക്യുപ്മെൻറ്റ്. നിങ്ങളുടെ എക്യുപ്മെൻറ്റിനെ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് ഓരോ സെറ്റിങ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിനകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ISO, ഷട്ടർ സ്പീഡ്, അതേപോലെ തന്നെ നമ്മുടെ അപ്പർച്ചർ, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് കാര്യങ്ങൾ കൂടി ടെക്നിക്കലായിട്ടും അതേപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ക്യാമറയെ പറ്റി അടുത്ത് അറിയാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉള്ള മോഡേൺ ക്യാമറാസ്, ഡിജിറ്റൽ ക്യാമറാസ് ഭയങ്കര കേപ്പബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് പണ്ടൊക്കെ നമുക്കൊരു 400, 500, 800 ISOയിലൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രെയിൻസ് വരുമായിരുന്നു ഫോട്ടോസിൽ. ഒരു 10 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോൾ പോലും ഒരു 5000ൻ്റെ മുകളിൽ ISO പോയാൽ പോലും പൊട്ടാത്ത പടങ്ങൾ, അതായത് നോയ്സും കാര്യങ്ങളും വളരെ കുറച്ച് തരുന്ന ഒരുപാട് ക്യാമറാസ് നമുക്ക് അവൈലബിൾ ആണ്.
ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യുവർ ക്യാമറ. നിങ്ങളുടെ ക്യാമറ ഏത് ലൈറ്റിൽ അല്ലെങ്കിൽ ഏത് ISOയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഏത് പ്രൊഫൈലിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഏത് ലൈറ്റ് കണ്ടീഷനിൽ എത്രത്തോളം കെൽവിൻ ചേഞ്ച് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് എത്രയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പാർച്ചർ എത്രയായിരിക്കണം എന്ന് മൈന്യൂട്ട് സെക്കൻഡിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആകുമ്പോഴേ നിങ്ങളുടെ ക്യാമറ നിങ്ങൾ ലേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയെ കുറിച്ച് നിങ്ങൾക്ക് മാക്സിമം മനസ്സിലായി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ ISO പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാമറേനെ സെൻസറിനെ പറ്റി നിങ്ങൾക്ക് അറിയണം. അതൊരു ക്രോപ്പ് സെൻസർ ആണോ, അല്ലെങ്കിൽ അതൊരു ഫുൾ ഫ്രെയിം സെൻസർ ആണോ, അല്ലെങ്കിൽ ആ സെൻസറിന് എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും, ഏത് കണ്ടീഷനിലാണ് നിങ്ങളുടെ സെൻസർ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യും, ഇൻഡോറിലാണോ ഔട്ട്ഡോറിലാണോ, നിങ്ങളുടെ കളേഴ്സ്, നിങ്ങളുടെ ക്യാമറ തരുന്ന ഔട്ട്പുട്ട് കളേഴ്സ്, അതിൻ്റെ റിച്ച്നെസ്, അതായത് കളേഴ്സ് പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കെൽവിൻ പെർഫെക്റ്റ് ആണോ, ഇതൊക്കെ നിങ്ങൾ അറിയണം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെൻസാണ്. ഇപ്പോൾ നമ്മുടെ DSLR ക്യാമറ ആണെങ്കിലും ഏത് ക്യാമറ ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസ്, അത് പറയുന്ന സ്റ്റോറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു 14mm അതേപോലെ തന്നെ ഒരു 50mm തമ്മിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളത് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്കത് മനസ്സിലാവും 40mm ഒരു വൈഡാണ്, അല്ലെങ്കിൽ 50mm ഒരു പോർട്രേറ്റ് ലെൻസ് ആണെന്ന്. അല്ലെങ്കിൽ നമ്മളതൊരു 100mm എടുക്കുമ്പോൾ അതിനെന്താണ് ഡിഫറൻസ് വരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഈ ലെൻസസ്, ഈ ഒരു ഫോക്കൽ ലെങ്ത്ത് ഏതൊക്കെ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒരു 14mm ഒന്നും അധികം ആരും യൂസ് ചെയ്യാറില്ല. മാക്സിമം മാക്രോ ലെൻസ് ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുക. അതും ചെറിയൊരു പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ മാക്രോ ലെൻസസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക, 100mm. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തരുന്ന റിസൾട്ട് ഒരിക്കലും ഒരു 14mm തരാൻ കഴിയത്തില്ല. അത് തരുന്ന ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ യൂസ് ചെയ്യുന്ന 50mm ആണെങ്കിൽ നമ്മളൊരു ആർക്കിടെക്ചർ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു 1435 ഒക്കെ ആയിരിക്കും. ഓരോ ഫോട്ടോഗ്രാഫി ജേണേഴ്സും ഡിഫറെൻ്റ് ആണ്. സോ അതിന് റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ലും അതേപോലെ തന്നെ എക്യുപ്മെൻറ്റും ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഡിഫറെൻറ്റ് നീഷസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോട്ടോഗ്രാഫി. സോ നിങ്ങളൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ അതിനകത്ത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ട് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. സോ ഒരു 5 വർഷം 10 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് യു ഹാവ് ടു നോ അബൌട്ട് ഡിഫറെൻറ്റ് നീഷസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫി, ഡിഫറെൻറ്റ് ജേണേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫി. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഫീൽഡിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് ടൈപ്പ് ഗിഗ് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഒരു ഫോട്ടോഗ്രാഫി ജോബ് ഏത് സമയത്ത് എങ്ങനത്തെ ഫോട്ടോഗ്രാഫി ജോബ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഫോട്ടോഗ്രാഫീൻ്റെ ഡിഫറെൻറ്റ് ജേണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക, അതിൽ നിന്ന് നല്ല പിക്ചേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോഗ്രാഫി നാളെ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാലൻറ്റ് കൂടുതൽ വെച്ചിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നന്നായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈല് നമുക്കൊരിക്കലും എക്സ്പെരിമെൻറ്റ് ചെയ്യാതെ മനസ്സിലാവത്തില്ല. ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് ഓക്കെ ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ആവാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. യു ഹാവ് ടു എക്സ്പെരിമെൻറ്റ് ഇറ്റ്. നിങ്ങൾക്കത് ആ ഒരു പ്രോസസ്സ് ഇഷ്ടമാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് ഞാൻ ഏത് ടൈപ്പ് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര്, ഒരു ബൂമിങ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലുള്ളത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരും കൊടുക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ ഈ ക്രാഫ്റ്റ് ലേൺ ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ലേൺ ചെയ്യും. ഒരാൾ പഠിക്കുന്ന 5 വർഷം കൊണ്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് 2.5 വർഷമാക്കി ചുരുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ബാക്കി ഒരാൾ കൊടുക്കുന്നതിനേക്കാൾ ട്വൈസ് as മച്ച് ടൈം നിങ്ങൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് മറ്റെല്ലാ ഡിസിപ്ലിനെയും പോലെയാണ്. ഒരുപാട് റിസർച്ച് പേപ്പേഴ്സും ഒരുപാട് സ്റ്റഡീസും ഒക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവാൻ കഴിയും. സോ ഈ ഒരു 5 ടോപ്പിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. അണ്ടിൽ ദെൻ ബൈ ഗൈസ്.